നരേന്ദ്രമോദിയുടെ വിദേശയാത്രാ ചിലവിന്റെ കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 മുതൽ ഇതുവരെ എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു, ഓരോ വർഷവും വിദേശയാത്രയ്ക്ക് ചിലവായ തുക എത്ര എന്നിങ്ങനെ രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിനാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US, UK, ഫ്രാൻസ്, ചൈന, ജപ്പാൻ എന്നിവയുൾപ്പെടെ 23 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് 180 കോടിയിലധികം രൂപ ചിലവായതായി സർക്കാർ പങ്കിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. വ്യാഴാഴ്ച രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയായി പങ്കുവച്ച രാജ്യാടിസ്ഥാനത്തിലുള്ളതും വർഷം തിരിച്ചുള്ളതുമായ ഡേറ്റ പ്രകാരം 2026 ഇതുവരെയുള്ള കണക്ക് ഏകദേശം 74.58 കോടി രൂപയാണ്. ജൂലൈ 6 മുതൽ ജൂലൈ 11 വരെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നടത്തിയ സന്ദർശനവും ഇതിൽ ഉൾപ്പെടുന്നു. 2021 മുതൽ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങളുടെ രാജ്യാടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളും 2021 മുതൽ അത്തരം സന്ദർശനങ്ങൾക്കായി വർഷം തിരിച്ചുള്ളതും സന്ദർശനം തിരിച്ചുള്ളതുമായ ആകെ ചെലവും നൽകാൻ MP-മാരായ സഞ്ജയ് സിംഗും വി ശിവദാസനും വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ തന്റെ മറുപടിയോടൊപ്പം ചേർത്തിരിക്കുന്ന അനുബന്ധത്തിൽ ഈ വിവരങ്ങൾ പങ്കുവച്ചു. 2021 മുതൽ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങളുടെ വിശദാംശങ്ങളും ഓരോ വിദേശ സന്ദർശനത്തിനും വർഷം തിരിച്ചുള്ളതും സന്ദർശനം തിരിച്ചുള്ളതുമായ ആകെ ചിലവുകൾ അനുബന്ധം 1 നൽകിയിരിക്കുന്നു. റഫറൻസ് ആവശ്യങ്ങൾക്കായി പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്കുള്ള ചിലവ് മുൻപ് 10,74,27,363 രൂപ, 9,95,76,890 രൂപ, 8,33,49,463 രൂപ, 6,02,23,484 രൂപ എന്നിവയായിരുന്നു. പണപ്പെരുപ്പത്തിനോ കറൻസി വ്യതിയാനങ്ങൾക്കോ അനുസൃതമായി ക്രമീകരിക്കാതെ ഈ കണക്കുകൾ യഥാർത്ഥ ചിലവ് കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2025 പ്രധാനമന്ത്രി മോദിയുടെ വിവിധ രാജ്യ സന്ദർശനത്തിനായി ഏകദേശം 187 കോടി രൂപ ചിലവഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം വ്യക്തിഗത രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി ചിലവഴിച്ചത് ഫ്രാൻസ്, US, സൗദി അറേബ്യ, ബ്രസീൽ, ചൈന, UK എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ. 2025 മോദി സന്ദർശിച്ച മറ്റ് രാജ്യങ്ങൾ മൗറീഷ്യസ്, തായ്ലൻഡ്, ശ്രീലങ്ക, സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ, ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, നമീബിയ, മാൽദീവ്സ്, ജപ്പാൻ, ഭൂട്ടാൻ, ദക്ഷിണാഫ്രിക്ക, ജോർദാൻ, ഒമാൻ, എത്യോപ്യ എന്നിവയാണ്. 2025 ജൂലൈയിൽ രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയായി പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളെക്കുറിച്ചുള്ള ഡേറ്റ സർക്കാർ പങ്കുവച്ചിരുന്നു. അതനുസരിച്ച് 2021 മുതൽ 2024 വരെയുള്ള അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട ആകെ ചിലവ് കണക്കുകൾ ഏകദേശം 295 കോടി രൂപയായിരുന്നു. റഷ്യ, ഉക്രൈൻ, US, ബ്രസീൽ എന്നിവയുൾപ്പെടെ 16 രാജ്യങ്ങളിലായി ഏകദേശം 109 കോടി രൂപയാണ് മറ്റ് 4 വർഷത്തെ മൊത്തം കണക്കുകൾ. ഏകദേശം 93 കോടി രൂപ, 55.82 കോടി രൂപ, ഏകദേശം 36 കോടി രൂപ 2021 മോദി ബംഗ്ലാദേശ്, US, ഇറ്റലി, UK എന്നിവ സന്ദർശിച്ചതായി ഡേറ്റ വ്യക്തമാക്കുന്നു. ഈ സന്ദർശനങ്ങളിൽ ഒപ്പുവെച്ച ഉഭയകക്ഷി കരാറുകളുടെയും ധാരണാപത്രങ്ങളുടെയും രാജ്യാടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങൾ, പ്രഖ്യാപിച്ച നിക്ഷേപ പ്രതിബദ്ധതകൾ, അതിന്റെ ഫലമായി ഇന്ത്യയിൽ ലഭിച്ച യഥാർത്ഥ വിദേശ നേരിട്ടുള്ള നിക്ഷേപം എന്നിവയും വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം വളർത്തിയെടുക്കുന്നതിനും ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള തലങ്ങളിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സ്ഥാപിതമായ മാർഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഉന്നതതല സന്ദർശനങ്ങൾ. ഈ സന്ദർശനങ്ങളും അതിൽ അവസാനിച്ച ധാരണകളും കരാറുകളിൽ സാങ്കേതിക വിദ്യ, നവീകരണം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജ സഹകരണം, പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുവെന്നും മാർഗരിറ്റ പറഞ്ഞു. 35 പേജുള്ള മറുപടിയിൽ ഈ സന്ദർശനങ്ങളിൽ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളുടെ രാജ്യാടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളും അദ്ദേഹം ഒരു പ്രത്യേക അനുബന്ധത്തിൽ പങ്കുവച്ചു. 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെ ലഭിച്ച മൊത്തം FDI $381.8 ബില്യൺ ആയിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പങ്കിട്ട പട്ടിക പ്രകാരം 2021 ജൂലൈ മുതൽ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശന വേളയിൽ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളുടെ എണ്ണം 316 ആണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.